ഹായ് സ്റ്റുഡൻസ്, ലെസൺ ലിസൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹൗ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ചേഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെൻറ്റൻസിനെ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക് ആൻഡ് ഷെയർ. നമുക്ക് നേരെ ഉദാഹരണത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഇന്നോട് കോമയ്ക്കുള്ളിൽ വെയർ ഡിഡ് ഐ ലീവ് മൈ ഷർട്ട്, ഹി ആസ്ക്ഡ് ഹിസ് വൈഫ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ രൂപമാണെന്ന്, ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് വ്യക്തമാകാം. കാരണം ആ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് വെയർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡിലാണ്, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ആ സെൻറ്റൻസിനെ നമ്മൾ നേരെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുകയാണ്. അവിടെ റിപ്പോർട്ടിംഗ് വേർബ് കൊടുത്തിരിക്കുന്നത് നുഡോഗമയ്ക്ക് പുറത്തായിട്ട് ആസ്ക്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ്. അപ്പോൾ ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ്, എൻക്വയർഡ്, ഡിമാൻഡഡ്, വാണ്ടഡ് ടു നോ എന്നിവയാണെന്ന് ആ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഹി ആസ്ക്ഡ് ഹിസ് വൈഫ്. ക്വസ്റ്റ്യൻ വേർഡിന് മാറ്റമില്ല, വെയർ. ഹി ആസ്ക്ഡ് ഹിസ് വൈഫ് വെയർ. ഇനി അടുത്തായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നിൽക്കുന്നത് ഡിഡും ഐയും ആണ്. ഡിഡ്, ഐ. എപ്പോഴും നമ്മൾ അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എഴുതണം, ഓക്സിലറി വേർബ്, ഹെൽപ്പിംഗ് വേർബ്, സഹായക്രിയ കൊടുക്കണം, സബ്ജക്റ്റ് കൊടുക്കണം, വെർബ് കൊടുക്കണം, ഒബ്ജക്റ്റ് കൊടുക്കണം. എന്നാൽ നമ്മളൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി ആവും. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറിക്ക് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ ഹി ആസ്ക്ഡ് ഹിസ് വൈഫ് വെയർ. ഐ എന്നുള്ള സബ്ജക്റ്റ് ഇവിടെ ഹി ആയിട്ട് മാറുന്നു, വെയർ ഹി. അടുത്ത ഡിഡ് നോക്കുക. ഡിഡ് എന്നുള്ള ഡിഡ് ഡയറക്റ്റ് വന്നാൽ ഇൻഡയറക്റ്റ് ഹാഡ് ആകുന്നു. ഇപ്പോൾ വെയർ ഹി ഹാഡ്. എപ്പോഴും നമ്മൾ ഹാസ്, ഹാവ്, ഹാഡ് എന്നുള്ള ഓക്സിലറി വന്നാൽ തേർഡ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അവിടെ ലീവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്. അപ്പോൾ വെയർ ഹി ഹാഡ് ലെഫ്റ്റ്. മൈ എന്നുള്ളത് ഹിസ് ആയിട്ട് മാറുന്നു, വെയർ ഹി ഹാഡ് ലെഫ്റ്റ് ഹിസ് ഷർട്ട്. മനസ്സിലായോ? നോക്കിയേ. അപ്പോൾ അവിടെ ഞാൻ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹി പ്ലസ് റിപ്പോർട്ടിംഗ് വേർബ് പ്ലസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വേർബ്. ഡിഡ് എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? ഹാർഡായിട്ട് മാറും. മനസ്സിലായി? അപ്പോൾ ഹി വെയർ ഡിഡ് ഐ ലീവ് മൈ ഷർട്ട് എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വെയർ ഹി ഹാഡ് ലെഫ്റ്റ് ഹിസ് ഷർട്ട് എന്നായി മാറി. അവിടെ നമുക്ക് ഹാഡ് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഡിഡാണ്. ഐ എന്നുള്ളത് എന്തായിട്ട് മാറി? ഹി ആയിട്ട് മാറി. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. ഷീ സെഡ് ടു ഹർ ഹസ്ബൻഡ്, ഹൗ ക്യാൻ യു ബി സോ ക്രൂവൽ. ഷീ സെഡ് ടു ഹർ ഹസ്ബൻഡ്, ഹൗ ക്യാൻ യു ബി സോ ക്രൂവൽ. അവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് സെഡ് ടു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വേർഡ്, ഇപ്പോൾ സാധാരണ നമ്മളൊരു ക്വസ്റ്റ്യൻ വേർഡ് മാറ്റുമ്പോൾ നമുക്കവിടെ ആസ്ക്ഡ് എന്ന് തന്നെ കൊടുക്കാം. ഷീ ആസ്ക്ഡ് ഹർ ഹസ്ബൻഡ്. ഷീ ആസ്ക്ഡ് ഹർ ഹസ്ബൻഡ്. ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡിന് മാറ്റമില്ല, ഹൗ.
അവിടെ ക്യാൻ യു ആണ് ഇരിക്കുന്നത്. യു എടുക്കാം. യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി ആവും. ഹൗ ഹി. ക്യാൻ എന്നുള്ള ഓക്സിലറി എന്തായിട്ട് മാറും? കുഡ് ആവും. ഹൗ ഹി കുഡ് ബി സോ ക്രൂവൽ. എപ്പോഴും നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതുമ്പോൾ ഏത് ഹെൽപ്പിംഗ് വേർബ് ആണെങ്കിലും ഏത് ഓക്സിലറി വേർബ് ആണെങ്കിലും അതിൻ്റെ പാസ്റ്റ് രൂപം മാത്രമേ എഴുതത്തുള്ളൂ. ഇപ്പോൾ ക്യാൻ എന്നുള്ള ഓക്സിലറിയുടെ പാസ്റ്റ് രൂപം എന്താണ്? കുഡ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് നോക്കാം? ഷീ ആസ്ക്ഡ് ഹർ ഹസ്ബൻഡ് ഹൗ ഹി കുഡ് ബി സോ ക്രൂവൽ. ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാൻ എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? കുഡായിട്ട് മാറും. തേർഡ് എക്സാമ്പിൾ നോക്കിയേ. ദ ഡോക്ടർ സെഡ് ടു മീ ഹൗ ഡു യു ഫീൽ നൗ. അവിടെ ദ ഡോക്ടർ സെഡ് ടു മീ എന്നോട് ചോദിച്ചു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഹൗ ഡു യു ഫീൽ നൗ. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ആസ്ക്ഡ് എഴുതാം. ദ ഡോക്ടർ ആസ്ക്ഡ് മീ. അവിടെ എന്നോടാണ്. ദ ഡോക്ടർ ആസ്ക്ഡ് മീ. അപ്പോൾ ആ സെഡ് ടു മാറി നമ്മൾ ആസ്ക്ഡ് മീ കൊടുക്കുന്നു. ദ ഡോക്ടർ ആസ്ക്ഡ് മീ. ഹൗന് മാറ്റമില്ല. ഹൗ. ഇപ്പം ഞാൻ എന്ന് ആയതുകൊണ്ട് അവിടെ യു എന്നുള്ളത് ഐ ആവും. അപ്പം ദ ഡോക്ടർ ആസ്ക്ഡ് മീ ഹൗ ഐ. ഹൗ ഐ. അടുത്ത് നമുക്ക് ഡൂന് പകരം നമ്മൾ അടുത്ത് നിൽക്കുന്ന വെർബിൻ്റെ രണ്ടാമത്തെ രൂപം കൊടുത്താൽ മതിയാവും. അപ്പം ദ ഡോക്ടർ ആസ്ക്ഡ് മീ ഹൗ ഐ ഫീൽ എന്നുള്ള വേർബിൻ്റെ പാസ്റ്റ് എന്താ? ഫെൽറ്റ്. അപ്പം ദ ഡോക്ടർ ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ്. നൗ എന്നുള്ളത് ദെൻ ആയിട്ട് മാറും. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് അത് നിങ്ങൾക്ക് എഴുതിയിടുന്നതായിരിക്കും. അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നൗ എന്നുള്ള വേർഡ് എന്തായിട്ട് മാറും? ദെൻ ആയിട്ട് മാറും. ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. നൗ ദെൻ. ഫീൽ ചേഞ്ച് ഇൻ ടു ഫെൽറ്റ്. അതായത് ഫീൽ എന്നുള്ള ഫസ്റ്റ് ഫോം വേർബിൻ്റെ ഒന്നാമത്തെ രൂപം ചേഞ്ച് ഇൻ ടു ഫെൽറ്റ്. അതെന്തായിട്ട് മാറും? ഫെൽറ്റായിട്ട് മാറും. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും? ദ ഡോക്ടർ ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദെൻ. ഫോർത്ത് എക്സാമ്പിളിലേക്ക് പോകാമല്ലോ. ദ ഓഫീസർ സെഡ് ടു മീ വൈ ഡിഡ് യു കം ലേറ്റ്. എന്താണ് വൈ ഡിഡ് യു കം ലേറ്റ്? എന്താണ് ലേറ്റ് ആയത് എന്ന് ചോദിച്ചു. അപ്പോൾ ദ ഓഫീസർ ആസ്ക്ഡ് മീ എന്നോടാണ്. അപ്പോൾ ദ ഓഫീസർ ആസ്ക്ഡ് മീ. വൈക്ക് മാറ്റമില്ല. വൈ. അവിടെ വീണ്ടും യു എന്നുള്ള ഐ ആയി. വൈ ഐ. ഡിഡ് എന്തോട്ട് മാറി? ഹാഡ്. വൈ ഐ ഹാഡ്. തേർഡ് ഫോം കം കെയിം കം. വൈ ഐ ഹാഡ് കം ലേറ്റ്. നമ്മൾ ആ പ്രീവിയസ് പറഞ്ഞ അതേ എക്സാമ്പിൾ മോഡൽ തന്നെയാണ്. അഞ്ചാമത്തെ എക്സാമ്പിൾ നോക്കിയേ. ഹീ സെഡ് ടു മീ വാട്ട് ആർ യുവർ പ്ലാൻസ്. എന്തൊക്കെയാണ് നിൻ്റെ പദ്ധതികൾ? വാട്ട് ആർ യുവർ പ്ലാൻസ്. അപ്പോൾ ഹീ ആസ്ക്ഡ് മീ വാട്ട്. അവിടെ നമ്മൾ യുവർ എന്നുള്ള എന്തായി? മൈ. വാട്ട് മൈ പ്ലാൻസ്. അവിടെ പ്ലാൻ അല്ല പ്ലാൻസ്. അപ്പോൾ ഈസ് ആം ആർ എപ്പോഴും ചേഞ്ച് ഇൻ ടു വാസ് വെയർ ആകും. അവിടെ പ്ലാൻസ് എന്നുള്ള പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? വെയർ. അപ്പം ഹി ആസ്ക്ഡ് മീ വാട്ട് മൈ പ്ലാൻസ് വെയർ. ഓക്കെ. ആറാമത്തെ എക്സാമ്പിളിലേക്ക് പോകാമല്ലോ. മദർ സെഡ് ടു മീ വൈ ഡോണ്ട് യു ഗോ ടു ബെഡ്. മദർ സെഡ് ടു മീ വൈ ഡോണ്ട് യു ഗോ ടു ബെഡ്. അവിടെ നമുക്ക് നോക്കിയേ. മദർ ആസ്ക്ഡ് മീ വൈ ഐ. അവിടെ ഡോണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറും? ഡിഡിൻറ്റ്. അപ്പം വൈ ഐ ഡിഡിൻ ഗോ ടു ബെഡ്. വൈ ഐ ഡിഡിൻ ഗോ ടു ബെഡ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം. നോക്കി. അപ്പോൾ ആ 6 എക്സാമ്പിൾ ഒന്നുകൂടെ നിങ്ങൾ വ്യക്തമായി നോക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് എക്സാമ്പിൾ വേർ ഡിഡ് ഐ ലീവ് മൈ ഷർട്ട്. അവിടെ ക്വസ്റ്റ്യൻ വേർഡിന് മാറ്റമില്ല. വെയർ ഐ എന്നുള്ള ഹി ആയി. ഡിഡ് എന്നുള്ള എന്തായിട്ട് മാറി? ഹാഡായി. വെയർ ഹി ഹാഡ് ലെഫ്റ്റ്. മൈ എന്നുള്ള എന്തായിട്ട് മാറുന്നു? ഹിസ് ഷർട്ട്. അപ്പോൾ ഹി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴും ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പം സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആയിരിക്കും. എന്നാൽ ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറിക്ക് എന്ത് ചെയ്യും? മാറും. അത് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിൽ വരുന്ന മാറ്റം ക്യാൻ എന്നുള്ളത് കുഡായിട്ട് മാറുന്നു. മൂന്നാമത്തെ എക്സാമ്പിൾ വളരെ ശ്രദ്ധിക്കണം. ഡു എന്ന് വന്നു കഴിഞ്ഞാൽ ഡൂവിന് പകരം ഡു മാറ്റിയിട്ട് ഡൂവിന് പകരം നമ്മൾ തൊട്ടായിട്ട് നിൽക്കുന്ന വെർബിൻ്റെ രണ്ടാമത്തെ രൂപം ചേർത്താൽ മതിയാകും. നാലാമത്തെ എക്സാമ്പിളും
നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മോഡൽ തന്നെയാണ്. വൈ ഡിഡ് യു കം ലേറ്റ്? ദ ഓഫീസർ ആസ്ക്ഡ് മീ വൈ ഐ ഹാഡ് കം ലേറ്റ്. അഞ്ചാമത്തെ എക്സാമ്പിൾ, ഹി സെഡ് ടു മീ വാട്ട് ആർ യുവർ പ്ലാൻസ്? ഹി ആസ്ക്ഡ് മീ വാട്ട് മൈ പ്ലാൻസ് വെയർ. അവിടെ ആറെന്നുള്ളത് എന്തായിട്ട് മാറി? വെയറായി. പ്ലാൻസ് ആയതുകൊണ്ടാണ് വെയറായത്. ഇവിടെ പ്ലാൻ എന്നാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തേനെ? വാസ് എന്ന് യൂസ് ചെയ്തേനെ. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ദി പ്രിൻസിപ്പാൾ സെഡ് ടു ദ ഗേൾ, ഡിഡ് യു അറ്റൻഡ് കോളേജ് യെസ്റ്റർഡേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. ദ പ്രിൻസിപ്പാൾ സെഡ് ടു ദ ഗേൾ, ഡിഡ് യു അറ്റൻഡ് കോളേജ് യെസ്റ്റർഡേ? അപ്പോൾ നമുക്കവിടെ ശ്രദ്ധിച്ചാൽ ആ ചോദ്യത്തിന് പ്രത്യേകത ഉള്ളതായിട്ട് കാണാം. നമുക്ക് ആ സെൻറ്റൻസ് ഇനോഡോകോമയ്ക്കുള്ളിൽ നിൽക്കുന്ന സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത്, സെൻറ്റൻസിൻ്റെ ബിഗിനിങ് ഒരു ഓക്സിലറി വേർബിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വെൻ ദ ക്വസ്റ്റ്യൻ ഇൻ ഡയറക്റ്റ് സ്പീച്ച് ബിഗിൻസ് വിത്ത് ആൻ ഓക്സിലറി വേർബ്, ദ കണക്റ്റീവ് ഇഫ് ഓർ വെദർ ഷുഡ് ബി യൂസ്ഡ് ടു ജോയിൻ ഇറ്റ് വിത്ത് ദ റിപ്പോർട്ടിംഗ് വേർബ്. അപ്പോൾ നമ്മളൊരു തന്നിരിക്കുന്ന സെൻറ്റൻസ് ഓക്സിലറി വേർബിലാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ആ റിപ്പോർട്ടിംഗ് വേർബിന് ശേഷം ഇഫ് ഓർ വെദർ എന്ന് കൊടുക്കണം. എന്താ കൊടുക്കണേ? ഇഫ് ഓർ വെദർ. അപ്പോൾ ഇത് പ്രിൻസിപ്പാൾ. അപ്പോൾ ഓക്സിലറി വേർബിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യനുകൾ, അതായത് ഈസ്, ആം, ആർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയും. അപ്പോൾ ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് എപ്പോഴും ഓക്സിലറി വേർബിലായിരിക്കും. അപ്പോൾ ഓക്സിലറി വേർബിൽ തുടങ്ങുന്ന ചോദ്യങ്ങളാണെങ്കിൽ നമ്മളെപ്പോഴും ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് ചേർക്കണം. അപ്പോൾ ഇത് പ്രിൻസിപ്പാൾ ആസ്ക്ഡ് ദ ഗേൾ ഇഫ്. നമുക്കിനി ഡിഡ് യു, ആ യു ആദ്യം എടുക്കാം. യു എന്നുള്ളത് അവിടെ ആ പെൺകുട്ടിയാണ്, അപ്പോൾ യു ഷീ ആയിട്ട് മാറും. ഇഫ് ഷീ. ഡിഡ് എന്നുള്ളത് ഹാഡായി മാറും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇഫ് ഷീ ഹാഡ്. ഇനി എപ്പോഴും ഹാസ് ഓർ ഹാവ്, ഹാഡ് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വേർബിൻ്റെ മൂന്നാമത്തെ രൂപയെ യൂസ് ചെയ്യത്തുള്ളൂ. അറ്റൻഡ് എന്നുള്ളതിൻ്റെ തേർഡ് ഫോം അറ്റൻഡഡ്. അപ്പോൾ ഈ ദ പ്രിൻസിപ്പൽ ആസ്ക്ഡ് ദ ഗേൾ ഇഫ് ഷീ ഹാഡ് അറ്റൻഡഡ് ദ കോളേജ് യെസ്റ്റർഡേ എന്നുള്ള വാക്ക് എപ്പോഴും ദ പ്രീവിയസ് ഡേ എന്നായി മാറും. അപ്പോൾ അത്തരം മാറ്റങ്ങളൊക്കെ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. അപ്പം യെസ്റ്റർഡേ എന്നുള്ളത് എന്തായിട്ട് മാറും? ദ പ്രീവിയസ് ഡേ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കാം. അതായത് ഒരു ഓക്സിലറി വേർബിൽ എന്താ, വെൻ ദ ക്വസ്റ്റ്യൻ ഇൻ ഡയറക്റ്റ് സ്പീച്ച് ബിഗിൻസ് വിത്ത് ആൻ ഓക്സിലറി വേർബ്, ദ കണക്റ്റീവ് ഇഫ് ഓർ വെദർ ഷുഡ് ബി യൂസ്ഡ് ടു ജോയിൻ ഇറ്റ് വിത്ത് ദ റിപ്പോർട്ടിംഗ് വേർബ്. നമ്മൾ വെദർ അല്ലെങ്കിൽ ഇഫ് എന്ന് ചേർക്കണം. ഇനി യെസ്റ്റർഡേ എന്നുള്ളത് എന്തായിട്ട് മാറും? ദി പ്രീവിയസ് ഡേ. ഓക്കെ, നമുക്ക് എട്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോവാം. വിൽ യു വിസിറ്റ് മൈ ഹൗസ് നെക്സ്റ്റ് വീക്ക്? ഹീ സെഡ് ടു മീ. വിൽ യു വിസിറ്റ് മൈ ഹൗസ് നെക്സ്റ്റ് മീ? ഹീ സെഡ് ടു മീ. എന്നോട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹീ ആസ്ക്ഡ് മീ, അവിടെ നമുക്ക് ഇഫ് അല്ലെങ്കിൽ വെദർ. വെദർ അവിടെ ഞാൻ എന്നുള്ള ആയതുകൊണ്ട് നമുക്കവിടെ യു എന്നുള്ള ഐ ആയിട്ട് മാറുന്നു. ഐ വിൽ എന്നുള്ളത് എന്തായി? വുഡ്. ഐ വുഡ് വിസിറ്റ് ഹിസ് ഹൗസ്. നമുക്കവിടെ ക്വസ്റ്റ്യനിൽ നെക്സ്റ്റ് വീക്ക് എന്നുള്ളത് ഇൻഡയറക്റ്റിൽ ദ ഫോളോയിങ് വീക്ക് എന്നായിട്ട് മാറും. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്തായിട്ട് മാറും? ദ ഫോളോയിങ് വീക്ക്. വിൽ എന്നുള്ള ഓക്സിലറി എന്തായിട്ട് മാറുന്നു? വുഡായി മാറുന്നു. ഒൻപതാമത്തെ എക്സാമ്പിൾ, ദ ഓഫീസർ സെഡ് ടു മീ ക്യാൻ യു ഫിനിഷ് ദ വർക്ക്? ദ ഓഫീസർ സെഡ് ടു മീ ക്യാൻ യു ഫിനിഷ് ദ വർക്ക്. അവിടെ നമുക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് വെർബ് എൻകോഡ് എന്നായതുകൊണ്ട് നമ്മൾ അവിടെ അത് കൊടുക്കുന്നു. ദ ഓഫീസർ എൻകോഡ് ഇഫ്. ആ യു ഐ ഐ, ഇഫ് ഐ. ക്യാൻ എന്തോട്ട് മാറുന്നു? കുഡ്. ഇഫ് ഐ കുഡ് ഫിനിഷ് ദി വർക്ക്. എപ്പോഴും നമുക്ക് ക്യാൻ, കുഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ് ഇങ്ങനെയൊക്കെ വന്നാൽ എപ്പോഴും തൊട്ടടുത്ത് നിൽക്കുന്ന വേർബിൻ്റെ ബേസ് ഫോം മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം. ഇഫ് ഐ കുഡ് ഫിനിഷ് ദി വർക്ക്. നമുക്ക് പത്താമത്തെ എക്സാമ്പിൾ നോക്കാം. ഡിഡ് എനിബഡി കോൾ ഡ്യൂറിങ് മൈ ആബ്സെൻസ്? ദ ഓഫീസർ ആസ്ക്ഡ് ഹിസ് PA. അവിടെ നമുക്ക് കുറച്ചുകൂടെ സൂട്ടായിട്ട് ഉള്ള ഒരു റിപ്പോർട്ടിംഗ് വേർബാണ് യൂസ് ചെയ്യുന്നത്. ദ ഓഫീസർ എൻകോഡ് ഓഫ് ഹിസ് PA. ഇഫ് എനിബഡി, ഇപ്പോൾ ഡിഡ് എന്നുള്ള എന്തായിട്ട് മാറുന്നു? ഹാഡ്. ഇഫ് എനിബഡി ഹാഡ് കോൾഡ് ഡ്യൂറിങ് ഹിസ് ആബ്സെൻസ്.
ഓക്കെ, നമ്മളിനി മനസ്സിലായി കാണുമല്ലോ അത്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡിഡ് എന്നുള്ളത് എന്തായിട്ട് മാറി? ഹാഡായിട്ട് മാറി. ഹാഡ് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന വേർബിൻ്റെ മൂന്നാമത്തെ രൂപ യൂസ് ചെയ്യത്തുള്ളൂ. കോൾ എന്നുള്ള വേർബിൻ്റെ മൂന്നാമത്തെ രൂപ എന്താ? കോൾഡ്. ഡ്യൂറിങ് അവിടെ എന്താ മൈ ആബ്സെൻസിന് പകരം മൈ എന്നുള്ളത് ഹിസ് ആയിട്ട് മാറിയിരിക്കുന്നു. മനസ്സിലായി കാണുമല്ലോ. അവിടെ 11ാമത്തെ എക്സാമ്പിൾ നോക്കിയേ. ഹാവ് യു അണ്ടർസ്റ്റുഡ് മൈ ഇൻസ്ട്രക്ഷൻ ഹീ സെഡ് ടു മീ. ഹാവ് യു അണ്ടർസ്റ്റുഡ് മൈ ഇൻസ്ട്രക്ഷൻ ഹീ സെഡ് ടു മീ. അപ്പോൾ ഹീ ആസ്ക്ഡ് മീ. ഇഫ് അവിടെ അതെല്ലാം നമുക്ക് ഓക്സിലറി വേർബിൽ തുടങ്ങിയിരിക്കുന്ന അതിൻ്റെ ബിഗിനിങ് എല്ലാം ഓക്സിലറി വേർബാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്സിലറി വേർബിൽ തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ മറന്നുപോകരുത് ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് ചേർത്തേ പറ്റൂ. അപ്പോൾ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക്, റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? വെദർ അല്ലെങ്കിൽ ഇഫ് എന്ന് ചേർക്കണം. വെദർ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് WHETHR വെദർ ഉണ്ട്, WEATHR വെദർ ഉണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് WHETHR വെദർ ആയിരിക്കും. അപ്പോൾ ഹി ആസ്ക്ഡ് മീ. ഇഫ് യു എന്നുള്ളത് എന്തായിട്ട് മാറും? വീണ്ടും ഐ. മീ ആയതുകൊണ്ട് യു ഐ. ഇഫ് ഐ. ഹാവ് എന്തോട്ട് മാറുന്നു? ഹാഡ്. ഇഫ് ഐ ഹാഡ് ഇഫ് ഐ ഹാഡ് അണ്ടർസ്റ്റുഡ് മൈ ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് എന്തോട്ട് മാറി? ഹിസ് ഇൻസ്ട്രക്ഷൻസ് എന്നായിട്ട് മാറി. മനസ്സിലായി കാണുമല്ലോ അത്രയും എക്സാമ്പിൾ നോക്കി. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ അത് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ പ്രിൻസിപ്പാൾ സെഡ് ടു ദ ഗേൾ ഡിഡ് യു അറ്റൻഡ് കോളേജ് യെസ്റ്റർഡേ. നമുക്ക് ഇൻവെർട്ടോകോമയ്ക്കുള്ളിൽ നിൽക്കേണ്ടതാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇൻവെർട്ടോകോമയ്ക്കുള്ളിൽ നിൽക്കുന്ന സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഡിഡ് ആണ്. ഡിഡ് എന്നുള്ളതൊരു ഓക്സിലറി വേർബാണ്. അപ്പോൾ ഡിഡ് എന്നുള്ള ഓക്സിലറി വേർബ് തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് ചേർക്കണം. റിപ്പോർട്ടിംഗ് വേർബ് നമ്മൾ ആസ്ക്ഡ് എന്ന് കൊടുത്തു. ദ പ്രിൻസിപ്പാൾ ആസ്ക്ഡ് ദ ഗേൾ ഇഫ് ഷീ. യു എന്നുള്ള ഷീ ആയി. ഡിഡ് എന്തോട്ട് മാറി? ഹാഡ്. ഇഫ് ഷീ ഹാഡ് അറ്റൻഡഡ് എന്നേ പറയത്തുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കണം. ഹാസ്, ഹാവ്, ഹാഡ് വന്നാൽ വേർബിൻ്റെ തേർഡ് ഫോമേ യൂസ് ചെയ്യത്തുള്ളൂ. അറ്റൻഡഡ് ദ കോളേജ്. യെസ്റ്റർഡേ എന്നുള്ള മാറി എന്തോട്ട് മാറും? ദ പ്രീവിയസ് ഡേ എന്നായിട്ട് മാറുന്നു. ഇപ്പോൾ നമുക്ക് PSC എക്സാമുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡിഡ് ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എപ്പോഴും ഇനി യു എന്നുള്ളത് സബ്ജക്റ്റ് ആദ്യം കൊടുക്കണം. ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസ് ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് കൊടുക്കണം. ഇഫ് യു ഷീ ആയിട്ട് ഡിഡ് എന്നുള്ള എന്തായിട്ട് പറയും? ഹാഡാവും. ഇനി ഹാഡ് കഴിഞ്ഞാൽ വെർബിൻ്റെ മൂന്നാമത്തെ രൂപ യൂസ് ചെയ്യാവുള്ളൂ. അറ്റൻഡഡ് ദ കോളേജ്. യെസ്റ്റർഡേ എന്നുള്ള എന്തായിട്ട് മാറും? ദി പ്രീവിയസ് ഡേ എന്നായിട്ട് മാറും. ഓക്കെ, 8ാമത്തെ എക്സാമ്പിളും അതിനും സമാനമായിട്ടുള്ള എക്സാമ്പിളും നമ്മൾ 8ാമത് കൊടുത്തിരിക്കുന്നത്. തുടർന്നുള്ള എല്ലാ ഉദാഹരണങ്ങളും ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന ചോദ്യങ്ങളാണ്. അപ്പം ഇഫ് അല്ലെങ്കിൽ വെദർ ചേർക്കും. ഓക്കെ, നമുക്കിനി ചേഞ്ചിങ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെ നമുക്കൊന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ള റിപ്പോർട്ടിംഗ് വേർബ് ഏതൊക്കെയാണെന്ന് പാർട്ട് 1 വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടോൾഡ് എന്ന് ഉപയോഗിക്കാം, ആസ്ക്ഡ്, ഓർഡേർഡ്, കമാൻഡഡ്, റിക്വസ്റ്റഡ്, അഡ്വൈസ്ഡ്, സജസ്റ്റഡ്, പ്രപ്പോസ്ഡ്, ബെഗ്ഡ്, എൻകറേജ്ഡ്, ഇംപ്ലോർഡ്, ഇൻവൈറ്റഡ്, ഇങ്ങനെ കുറേ റിപ്പോർട്ടിംഗ് വേർബ്സ് നമ്മളവിടെ യൂസ് ചെയ്യുന്നു. അവിടെയൊക്കെ ഏത് ആപ്റ്റായിട്ട് ഏത് വേണമെന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളവിടെ റിപ്പോർട്ടിംഗ് വേർബ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എന്നോട് കോമാല് ഡ്രൈവ് ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ സെഡ് ദ മിനിസ്റ്റർ. ഇപ്പം മിനിസ്റ്റർ പറയുക ഡ്രൈവ് ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ. അപ്പം നിനക്ക് കഴിയുന്ന രീതിയിൽ എത്രയും വേഗത്തിൽ നീ എന്ത് ചെയ്യാം, നീ ഓടിക്കാൻ ഒരു മിനിസ്റ്റർ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ആ ഡ്രൈവ് ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ എന്നുള്ളതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഒരു മിനിസ്റ്റർ ഒരു ഡ്രൈവറോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് മിനിസ്റ്റർ ഡ്രൈവറോട് എന്തായിരിക്കാം, ഓർഡർ ചെയ്യായിരിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? ദ മിനിസ്റ്റർ ഓർഡേർഡ് ദ ഡ്രൈവർ. ദ മിനിസ്റ്റർ ഓർഡേർഡ് ദ ഡ്രൈവർ. നമുക്കിനി ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എഴുതുന്നതിന് മുൻപ് നമ്മൾ ടു എന്ന് എഴുതുക. അപ്പം ദ മിനിസ്റ്റർ ഓർഡേർഡ് ദ ഡ്രൈവർ ടു ഡ്രൈവ് ആസ് ഫാസ്റ്റ് ആസ്. യു എന്നുള്ളത് ഹി ആയിട്ട് മാറുന്നു. ആസ് ഫാസ്റ്റ് ആസ് ഹി. ക്യാൻ എന്നുള്ളത് എന്താവും, കുഡ്. ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് കൂടി നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാം.
നിങ്ങൾ നോട്ട് ചെയ്യുക. ഇൻവേർട്ടഡ് കോമയിൽ വെയിറ്റ് ദെയർ ടിൽ ഐ കം. വെയിറ്റ് ദെയർ ടിൽ ഐ കം. ഇൻവേർട്ടഡ് കോമയ്ക്ക് പുറത്ത് ഹീ സെഡ് ടു മീ. അവിടെ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് തന്നെ യൂസ് ചെയ്യാം. ഹി ആസ്ക്ഡ് മീ. ഇനി ടു എന്ന് ഉപയോഗിക്കുക. ഹി ആസ്ക്ഡ് മീ ടു വെയിറ്റ് ദെയർ ടിൽ ഐ എന്നുള്ളത് സബ്ജക്റ്റ് എന്തായിട്ട് മാറും? ഹി. ഹി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന കം ആണ്. കം എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് എന്താക്കി മാറ്റണം? സിമ്പിൾ പാസ്റ്റ് ആക്കണം. കമ്മിൻ്റെ പാസ്റ്റ് എന്താ? കെയിം. അപ്പോൾ ഹി ആസ്ക്ഡ് മീ ടു വെയിറ്റ് ദെയർ ടിൽ ഹി കെയിം. അവിടെ ടു ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറന്നു പോകരുത്. ഇപ്പോൾ ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് റിപ്പോർട്ടിംഗ് വേർബിന് ശേഷം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ആ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ നിൽക്കുന്ന സെൻറ്റൻസ് എഴുതുന്നതിന് മുൻപായിട്ട് ടു എന്ന പ്രിപ്പോസിഷൻ നമ്മളവിടെ യൂസ് ചെയ്യണം. അപ്പം ഇതുവരെയുള്ള എക്സാമ്പിളുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ആ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് 2-ൽ കൊടുത്തിരിക്കുന്ന എല്ലാ എക്സാമ്പിളുകളും വളരെ നന്നായിട്ട് അത് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് നമുക്ക് കുറച്ച് ചേഞ്ചസ്, അപ്പോൾ അതായത് ഹിയർ എന്ന ഡയറക്റ്റ് വന്നാൽ അത് ദെയറായിട്ട് മാറും. ദിസ് എന്നുള്ള ദാറ്റാവും. ദീസ് ദോസ് എന്നായിട്ട് മാറും. നൗ ദെൻ ആവും. അങ്ങനെയുള്ള ചില മാറ്റങ്ങളും ഞാൻ ഇവിടെ വളരെ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ നന്നായിട്ട് വായിച്ച് ചെയ്ത് പഠിക്കുക. ഇനി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.